ഓരോരുത്തർക്കും ഇട്ട് കൊടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അല്പസമയം മുന്നേ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ച് അല്ല, നിങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയാനായിട്ടുള്ള ഒരു ഉപദേശം മാത്രമാണ്. നിങ്ങൾ എങ്ങനെ മുഴുവൻ സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുകളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്ലാനും ഇല്ലാതെ വന്ന് ഒളിച്ചും പാത്തും മിണ്ടാപ്പൂജയെ പോലെ തുടരുന്ന ചിലവർ ഇവിടെയുണ്ട്. അവർക്ക് എന്റെ അഭിനന്ദനങ്ങൾ. സാവധാനത്തിൽ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകുന്ന ചിലരുമുണ്ട്, അവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ വേറെ ചിലരുണ്ട് ക്യാമറ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം വെക്കുന്നവർ, അവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇതൊന്നുമല്ലാതെ വിരട്ടിയും വിറപ്പിച്ചും അമിത ആത്മവിശ്വാസം കാണിച്ചും സ്വയം ഹീറോയിൻ പരിവേഷം ചെയ്യുന്നവർ, അവർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ എല്ലാവർക്കും ഇട്ടൊരു കൊട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് അവസാനമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞത് എന്ന് അറിയണ്ടേ? പതുങ്ങിയിരിക്കുന്ന മിണ്ടാപൂജകളെ പിടിക്കേണ്ടേ? കുതന്ത്രങ്ങളെല്ലാം പൊളിച്ചടക്കേണ്ടേ? എന്നാ വാ നമുക്ക് നോമിനേഷൻ ചെയ്യാം എന്ന മാസ് ഡയലോഗോടും കൂടിയാണ് ഇന്നത്തെ നോമിനേഷൻ ആരംഭിക്കുന്നത്. സത്യത്തിൽ പറയാതിരിക്കാൻ വയ്യ, ബിഗ് ബോസ് ഇന്ന് മാസായിട്ടുണ്ട്. മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നു ഇപ്പോഴാണ് ബിഗ് ബോസ് ആയത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചാണ് നോമിനേഷൻ എല്ലാം നടക്കുന്നു. അപ്പോൾ കൂടുതൽ ഓട്സ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.